സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഷേഖ്ന ന്യൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിലപാടെന്ന് പറയുന്ന ഒരു അവതരണം ഉണ്ട്. അത് കാണാനിടയായതുകൊണ്ടാണ്. ഷേഖ്ന ന്യൂസ് എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണ്. ഷേഖ്ന അങ്ങനെയാണല്ലോ. ജനം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ജനം TV എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഹിന്ദുക്കൾ നടത്തുന്നതാണ്. അല്ല. അപ്പോൾ കുറേ ചാനലുകൾ ഇവിടെ ഈ ക്രിസംഗികൾ നടത്തുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മുസ്ലിങ്ങളോ ഹിന്ദു സഹോദരങ്ങളോ ആരെങ്കിലും നടത്തുന്നതാണെന്നാണ്. പക്ഷേ ക്രിസ്ത്യാനികളാണ്. അവരങ്ങനെയാണല്ലോ. അതായത് ജനങ്ങളെ മതം മാറ്റിയിട്ട് അതേ പേരിൽ തന്നെ ക്രിസ്ത്യാനിയായിട്ട് കഴിയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി പേരിൽ മാറ്റമില്ല. മതവിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്. ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോഴും അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും പറ്റിച്ചാണ് ഈ മതം മാറ്റം നടത്തുന്നത്. ഇപ്പം അങ്ങനെ മതം മാറ്റം നടത്തി ജനങ്ങളെ പറ്റിക്കാത്തത് ആ ചെറ്റ ജോർജും അവൻ്റെ മകനും മാത്രമാണ്. കാരണം പാർവതി എന്ന പെൺകുട്ടിയെ ജഗദീശ് ശ്രീകുമാറിൻ്റെ മകളെ മതം മാറ്റി ക്രിസ്ത്യൻ പേരാക്കി, പിന്നെ മാമോദിസ മുക്കിച്ച് അങ്ങനെയാക്കി. എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു പരിപാടിയിൽ പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യം ഞാൻ ആ പാർവതിയെ മതം മാറ്റിയതാണ്. അപ്പോൾ ഞാൻ 2-3 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തിക്കൂടെ? ആ പാർവതി തന്നെ ആക്കിയാൽ പോരെ, തീർന്നില്ലേ പ്രശ്നം? അപ്പോൾ അതാക്കിയില്ല. കാര്യം ക്രിസ്ത്യൻ മതത്തിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ 2 സ്ഥലത്തും കളിക്കണമെങ്കിൽ ഇങ്ങനെയാണെങ്കിലേ നടക്കുള്ളൂ. എന്തോ ആയിക്കൊണ്ട് പോട്ടു. അപ്പോൾ BJPയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെയാണ് ഈ ചരിത്രം കാണിച്ചത്. അതിനെ അനുകൂലിക്കുകയാണ് BJPക്കാർ. ഓക്കെ, അതെന്തോ ആയിക്കൊണ്ട് പോട്ടു. അപ്പോൾ ഹിന്ദുക്കളെ അടിച്ചു മാറ്റാൻ ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ട്. വേറുള്ള സമുദായങ്ങൾക്കൊന്നും ആ അവകാശം കൊടുത്തിട്ടില്ല, തീരെഴുതി കൊടുത്തിട്ടില്ല. ശരി, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന നിലപാടെന്ന് പറയുന്ന പന്തിയിൽ അവർ 3 പേര് ഇരിക്കുകയാണ്. അപ്പോൾ പേര് കൊണ്ട് നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനികളല്ല. കാര്യം അങ്ങനെയാണ് അവർ പേരിടുന്നത് തന്നെ. ആളുകൾക്ക് മനസ്സിലാവരുത്, ജനങ്ങളെ എങ്ങനെ പറ്റിക്കാമെന്നാണ് അവർ പറയുന്നത്. 2010 മുതൽ 2020 വരെയുള്ള ലോക ജനസംഖ്യയിൽ വന്ന മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ നാന്ദി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് 20 വരെയുള്ള കണക്കനുസരിച്ച് അവർ പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതമാണ്. അപ്പോൾ 2.3 ബില്യൺ ലോകത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. തൊട്ട് പിറകയിലുണ്ട് ഇസ്ലാം മതം, 2 ബില്യൺ ഉണ്ട്. അപ്പോൾ അവർക്ക് പൊള്ളുന്നത് മുസ്ലിം മതം അല്ലെ ഇസ്ലാം മതം. മുസ്ലിം മതം എന്ന് പറയാൻ പാടില്ല, കാര്യം ഇസ്ലാം മതമാണ് മതം. മുസ്ലിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ ബാക്കിലുണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. അതാണ് അവരെ അലോസരപ്പെടുത്തുന്നത്. പ്രശ്നം വേറൊന്നുമല്ല. എന്നാൽ ഹിന്ദു മതത്തിനെ പറ്റി പറയുന്നില്ല അവർ. അതെന്താണ്? ലോകത്തിലെ എണ്ണപ്പെടുന്ന മതങ്ങളാണ് ക്രിസ്ത്യനായിരുന്നാലും ഇസ്ലാം മതമായിരുന്നാലും ബുദ്ധമതമായിരുന്നാലും ക്രിസ്ത്യൻ മതമായിരുന്നാലും. ഈ ബുദ്ധമതം എന്ന് പറയുന്നതിന് ഹിന്ദു മതത്തിൻ്റെ വേറൊരു വേർഷനാണ്. അതായത് യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്നൊരു മതമില്ല, അതൊരു സംസ്കാരമാണ്. ഹിന്ദു എന്നുള്ള പേര് തന്നെ അറബികൾ ഇട്ട പേരാണ്. ഇവിടെ ഈ യോഗി ആദിത്യനാഥ്, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു ജന്തുവാണ് യോഗി ആദിത്യനാഥ്. മഹാരാഷ്ട്രയിൽ BJP, RSS, ശിവസേനയുടെ വിഘടിത വിഭാഗം കൂടെ ചേർന്ന് ഭരിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്, അവർക്ക് ഇസ്ലാം എന്ന് കേട്ടാൽ തന്നെ അലർജിയാണ്, മുസ്ലിം എന്ന് കേട്ടാൽ അലർജിയാണ്. അവർക്ക് വീടുണ്ടോ, അവർക്ക് മദ്രസയുണ്ടോ, അവർക്ക് പള്ളിയുണ്ടോ, ബുൾഡോസർ കയറ്റി ഇടിച്ച് നിരത്തിയാലേ അവർക്ക് സുഖം വരുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഒരു മുസ്ലിം പേരുണ്ടോ, അതാണ് അവർ അലോസരപ്പെടുത്തുന്നത്. ആ പേര് മാറ്റി അവർക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനെ പല പേരുകളും മാറ്റുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, അപ്പോൾ ഈ പേരിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പേര് ക്രിസ്ത്യാനികൾ ഇടുമ്പോൾ അവർ മുസ്ലിം ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നറിയാൻ പറ്റില്ല. അതാണ് അവരുടെ രീതി. ശരി, എന്തോ ആയിക്കണ്ടേ. എന്തായാലും 3 പേര് ഇരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന 3 പേരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ പ്രശ്നം ഇതാണ്, ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല, ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറയുന്നു. എന്താണ് കാരണം? അതേസമയം അവരെ ഭീതിപ്പെടുത്തുന്നത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു. മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചാൽ നിങ്ങൾ എന്തിനു ഭീതിപ്പെടുന്നത്? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? ലോകത്ത് മൊത്തം നേരത്തെ ക്രിസ്ത്യാനിറ്റി എന്നാണ് ഉണ്ടായത്? ക്രിസ്ത്യൻ മതം എന്നാണ് ഉണ്ടായത്.
അതിനു മുമ്പ് യഹൂദ മതം ഉണ്ടായിരുന്നു. അതായത് മോസസ് എന്ന് പറയുന്ന പ്രവാചകനായിരുന്നു. മോസസിന് ശേഷമാണ് ഈ യഹൂദ മതം എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് യഹൂദ മതമില്ല. മോസസിന്റെ കാലത്ത് യഹൂദ മതമില്ല. മോസസ് എന്ന് പറയുന്ന മുസ്ലിം ആയിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണയുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം തമ്പുരാൻ. മലയാളത്തിൽ ദൈവം എന്ന് പറയും, അറബിൽ അള്ളാഹു എന്ന് പറയും, പിന്നെ ക്രിസ്ത്യന് ആള് യഹോവ എന്ന കർത്താവ് എന്നാ പറയും. അതാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവൻ ആരാണോ അവൻ മുസ്ലിമാണ്. അറബിൽ പറഞ്ഞ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ അത് ദൈവം എന്ന് പറയും, അല്ലെങ്കിൽ സർവേശ്വരൻ എന്ന് പറയും, അല്ലെങ്കിൽ സർവ്വലോകങ്ങളെ സൃഷ്ടിച്ചവൻ, സൃഷ്ടികർത്താവ് എന്ന് പറയും. അപ്പൊ അറബിൽ അള്ളാഹു എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഇതാണ് സത്യം. സത്യം ഇതാണ്. അതായത് ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയും, ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്നത് ആരാണോ അതാണ് സൃഷ്ടികർത്താവ്. അപ്പോൾ ആ സൃഷ്ടികർത്താവ് ആണ് ആണ്. അതായത് ലോകത്തിലുള്ള പിന്നെ കാര്യപ്പെട്ട 3 മതങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ. യഹൂദയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ട്, അവരെല്ലാം നശിച്ചുപോയി. അപ്പോൾ വളരെ തുച്ഛമായ ആളുകളെ ഉണ്ട്. അപ്പോൾ ഈ 3 മതങ്ങളും പിന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കിതാബിന്റെ കുടുംബക്കാർ എന്നാണ്. അതായത് 4 പരിപൂർണമായ ഗ്രന്ഥങ്ങളാണ് ലോകത്ത് അവതരിച്ചിട്ടുള്ളത്. ഇതൊന്നും മനുഷ്യനുണ്ടാക്കിയതല്ല ഈ ഗ്രന്ഥങ്ങൾ. കാരണം മനുഷ്യന് അറിവില്ലാത്ത അന്ധകാരത്തിൽ നടന്ന സമയത്ത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. അവൻ എന്തറിയാം? എന്ത് ചെയ്യണം? സത്യം എന്ത്, ധർമ്മം എന്ത്, നീതി എന്ത്, ബുദ്ധി എന്ത്, പിന്നെ എങ്ങനെയാണ് വിവാഹ ജീവിതം, എങ്ങനെയാണ് കൗമാര ജീവിതം, എങ്ങനെയാണ് മരണത്തിന് ശേഷം എങ്ങനെ അവരെ അടക്കം ചെയ്യാം, ഇതൊന്നും മനുഷ്യർക്ക് അറിഞ്ഞൂടല്ലോ. ആദ്യമായിട്ട് മനുഷ്യനുണ്ടായ എന്തറിയാം? അപ്പോൾ ഇതിനെല്ലാം ഓരോരോ പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതൊന്നുമല്ല. ആകെ കെട്ടിയിറക്കിയ 2 പേരെന്ന് പറഞ്ഞാൽ ആദവും ഹവ്വയും. അതിനുശേഷം ആരെയും കെട്ടിയിറക്കിയിട്ടില്ല ഈ ലോകത്ത്. അപ്പോൾ ഈ ആദ്യമായിട്ട് മനുഷ്യരെന്ന് പറയുന്നത് ആദവും ഹവ്വയും. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദന്മാരും. അപ്പോൾ അവര് കിതാബിന്റെ കുടുംബക്കാരാണെന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ തൗറാത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കിതാബാണ്. സബൂർ എന്ന് പറയുന്നത് ദാവൂദ് നബി, അതായത് കിങ് ഡേവിഡ് എന്ന് എല്ലാവർക്കും അറിയാം, ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, കിങ് ഡേവിഡ്. 3-മത്തത് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചീൽ എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അത് 4-മത്തത് ഖുർആൻ എന്ന് പറയുന്ന അവസാനത്തെ ഗ്രന്ഥമാണ്. പക്ഷേ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്ന് പറയുന്ന ഈ 3 ഗ്രന്ഥങ്ങളും ഓരോരോ സമൂഹത്തിന്റെ ഇടയിലായിട്ട് അവതരിച്ചതാണ്. ആ കാലഘട്ടങ്ങളിലുള്ള സമൂഹത്തിന്റെ മേൽ, ഒരു വിഭാഗം ജനങ്ങളുടെ മേൽ അവതരിച്ചാണ്. അതേസമയം ഖുർആൻ എന്ന് പറയുന്നത് അവസാനത്തെ ഗ്രന്ഥമാണ്. അത് മാനവരാശിക്ക് മൊത്തത്തിലാണ്. അത് അവസാന കാലം വരെ അവതരിച്ച ഗ്രന്ഥമാണ്. നിങ്ങൾ ഖുർആനെ പറ്റി, അതായത് അത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല, അത് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ ഗ്രന്ഥമാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ പിന്നെ മാതാപിതാക്കളുടെ സമീപനം എന്തായിരിക്കണം, ഭാര്യയെടുത്തും കുട്ടികളെടുത്തുമുള്ള സമീപനം എന്തായിരിക്കണം, നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നിന്റെ വിവാഹബന്ധം എങ്ങനെയായിരിക്കണം, മരണം എങ്ങനെയായിരിക്കണം, നീ ജനങ്ങളോട് ഇടപെടേണ്ടത് എങ്ങനെയായിരിക്കും, ജനങ്ങളോട് എങ്ങനെ അനുകമ്പ കാണിക്കണം, മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണം. അതായത് ചരിത്രവും ഭാവിയും മരണവും ജനനവും ജീവിതവും എല്ലാം, ശാസ്ത്രവും എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കാതെ ആളുകൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു അത് പഠിക്കാത്തതിന് കുഴപ്പമുണ്ട്. എന്തായാലും ശരി, അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത്, നിലപാടെന്ന് പറയുന്നതിൽ പറയുന്നത് ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല, അത് കുറയുന്നു. മുസ്ലിങ്ങൾ 34% വർദ്ധിച്ചു, ക്രിസ്ത്യാനികൾ 13% വർദ്ധിച്ചുള്ളൂ എന്നൊക്കെയാണ് കണക്കവല് പറയുന്നത്. അത് ഭീതിപ്പെടുത്തുന്നതാണ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത് എന്തിനാണ്? മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ച എന്ത്, മുസ്ലിങ്ങൾ കയറി നിങ്ങളെ അങ്ങ് മേഞ്ഞു കളയൂ, അല്ലെ മുസ്ലിങ്ങളെ നിങ്ങളെ കാട്ടിക്കൂട്ടിക്കളയോ എന്തെങ്കിലും? ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടുള്ളത് ആരെയാണ്? ആരെയും ആക്രമിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ. നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ മതി. കേരളത്തിൽ ആദ്യം കച്ചവടത്തിന് വന്നത് അറബികളാണ്. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ആദ്യത്തെ ആൾക്കാർ എന്ന് പറയുന്നത് അറബികളാണ്. ഈ അറബികൾ വന്നാണ് ഹിന്ദു എന്നുള്ള പേര് തന്നെ കൊടുക്കുന്നത്. ചരിത്രം എടുത്ത് പരിശോധിക്കണം ആദ്യം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ചരിത്രം അതാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ
അറബികളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നത്. അതിനുശേഷം ഇംഗ്ലീഷുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, എല്ലാവരും വന്നു. അറബികൾ മുസ്ലിങ്ങൾ വന്ന് കച്ചവടം മാത്രമാണ് ചെയ്തത്, വേറൊന്നും ചെയ്തിട്ടില്ല. അവർ കച്ചവടം ചെയ്തു, അത് അതേപോലെ അതിൻ്റെ കച്ചവടം ചെയ്ത് തിരിച്ചുപോയി. അതേസമയം ഇംഗ്ലീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ അവരെല്ലാം വന്ന് നമ്മുടെ രാജ്യം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഓരോരോ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ്, അതായത് ജനങ്ങളെ ഭയരാക്കി പിടിച്ചെടുത്ത് അവിടെ മേധാവിത്വം സ്ഥാപിച്ച് അവരെ അടിച്ചമർത്തി അവരെ അടിമകളാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരെ കൂട്ടക്കൊല ചെയ്ത് പോയവരാണ് ഈ 4 പാർട്ടികൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഈ ക്രിസ്ത്യാനികൾ ഭീതിപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ ജാതി മത ചിന്തകൾക്ക് അതീതമാണ്. ഏത് മതമാകട്ടെ, ഇപ്പോൾ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഒരു വീട്ടിൽ എത്ര പാർട്ടികളാണ്? ഒരുത്തൻ BJP ആയിരിക്കും, ഒരുത്തൻ കോൺഗ്രസ് ആയിരിക്കും, ഒരുത്തൻ മുസ്ലിം ലീഗ് ആയിരിക്കും, വേറൊരു CPI കാരനായിരിക്കും, വേറൊരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കും. അതുകൊണ്ടൊന്നും ഈ ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ല, ആർക്കും ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. അത് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടാ. യൗമാർക്കെന്ന് പറയുന്നത്, അതായത് രാവിലെ ചാനലിൽ വന്നിരുന്ന് എങ്ങനെ വിദ്വേഷം ഉണ്ടാക്കാം, എങ്ങനെ വർഗീയ വേർതിരിവ് ഉണ്ടാക്കാം, എങ്ങനെ അവനെ അടിക്കാം, എങ്ങനെ ഇവനെ അടിക്കാം. അതായത് ജനങ്ങൾക്ക് നന്മ ചെയ്യണം. അവൻ ഏത് ജാതിയോ മതവും ആയിക്കൊണ്ട് പോട്ട്. മനുഷ്യരെല്ലാം ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും വയറ്റിൽ നിന്ന് വന്നതല്ലേ. അതിൽ നിങ്ങൾ എന്തിനു വിവേചനം കാണിക്കുന്നത്? അതിനെ നിങ്ങൾ ഭീതിപ്പെടുന്നത് എന്തിന്? അപ്പൊ സ്വന്തം വീട്ടിൽ തന്നെ സഹോദരങ്ങളെ കൊല്ലുന്നില്ലേ, മാതാപിതാക്കളെ കൊല്ലുന്നില്ലേ സഹോദരങ്ങൾ? അപ്പൊ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി. അല്ല ജാതി വേർതിരിവൊന്നും എടുക്കണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരപ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ചെയ്തിട്ടുള്ളത് ആരാണ്? ക്രിസ്ത്യാനികളാണ് ചെയ്തിട്ടുള്ളത്. ഈ മില്യൺ കണക്കിന് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ചേമ്പറിൽ അടച്ച് അവരെ കൊന്നിട്ടുണ്ട് എത്രയെങ്കിലും. അതുപോലെ അമേരിക്കക്കാർ ക്രിസ്ത്യാനികളല്ലേ. വിയറ്റ്നാമിൽ എത്ര മില്യൺ വിയറ്റ്നാമുകാരെ കൊന്നു. ഇറാഖിൽ എത്ര പേരെ കൊന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ 16 ലക്ഷം ഇന്ത്യക്കാരെ കൊന്നില്ലേ. അപ്പൊ ഇതൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ യഹൂദന്മാർ. ഇപ്പതാ യഹൂദന്മാര് പലസ്തീനിൽ കൊല്ലുന്നില്ലേ എല്ലാ ദിവസവും കുട്ടികളെയും? നിങ്ങൾ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന ആരാണ്? അത്ര വികൃതമായ മനസ്സുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരാണ് പറയുന്നത് ഇസ്ലാം വർദ്ധിച്ചു വന്ന കൂട്ടക്കൊല. എവിടെയും കൂട്ടക്കൊലയില്ല. അതായത് കൂട്ടക്കൊല ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇപ്പൊ പറയുന്നത് നൈജീരിയ മുസ്ലിം രാജ്യമാണ്. നൈജീരിയ മുസ്ലിം രാജ്യമാണെങ്കിൽ എത്യോപ്യ മുസ്ലിം രാജ്യമാണ്, എറിത്രിയ മുസ്ലിം രാജ്യമാണ്. അല്ല, അവിടെയൊക്കെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ ഈ അവിടെ ഇല്ലാത്ത ഓരോരോ സംഘടനകൾ ഇവരുണ്ടാക്കും. അത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും ചേർന്ന് ഉണ്ടാക്കി അവർക്ക് ആയുധങ്ങളും പണവും കൊടുക്കും. നിങ്ങൾ അവരെ കൊല്ല്, നിങ്ങൾ എവരെ കൊല്ല്. കാരണം ഇസ്ലാമിന്റെ പേര് നശിപ്പിക്കാൻ. അതായത് ചരിത്രം അറിയാവുന്നവർക്ക്, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള ചരിത്രം. ഒസാമ ബിൻ ലാദൻ ആരായിരുന്നു? അയാളൊരു കമ്പനി നടത്തിയിരുന്ന ആളാണ്. ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഫാമിലിയാണ് നടത്തിയിരുന്നത്. അതിലുള്ളൊരു മെമ്പറായിരുന്നു. ആ ഒസാമ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചതാരാണ്? അമേരിക്കയാണ്, ക്രിസ്ത്യാനികളാണ്. അവിടെ പോയി സോവിയറ്റ് യൂണിയന്റെ ഭരണം അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഒരു വിപ്ലവം അൽ-ഖായിദ എന്നും പറഞ്ഞ് ഉണ്ടാക്കി അവിടെ വിട്ടത്. മനസ്സിലാക്കണം നമ്മൾ. താലിബാൻ ഉണ്ടാക്കിയതാരാണ്? ഇതേ പാർട്ടികളാണ്. ബോക്കോ ഹറാം നൈജീരിയയിൽ ഉണ്ടാക്കിയതാരാണ്? ഇതേ യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ്. ഇവരുണ്ടാക്കുക, അതിന് ആയുധങ്ങളും പൈസയും കൊടുക്കുക, എന്നിട്ട് മുസ്ലിങ്ങൾ ഭീകരരാണെന്ന് വരുത്തി തീർക്കുക. അതാണ് അവരുടെ ലക്ഷ്യം, അതാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇവിടെ സാധാരണക്കാരായ ബുദ്ധിയുള്ള, അതായത് ലോക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതറിയാം. അപ്പൊ ഇപ്പോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞത്, ഒന്ന്, ബുദ്ധിമാന്മാരായ വിദ്യാഭ്യാസമുള്ള നല്ല ക്രിസ്ത്യാനികളെല്ലാം ഇസ്ലാം മതത്തിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്ത് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത് ആളാരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തി തിരിച്ചു വന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാം മതവിശ്വാസിയായി. അമേരിക്കക്കാരനായ ക്യാഷ്യസ് ക്ലേ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു. ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു. രണ്ടാമത് ലോകത്ത് ബോക്സിങ്ങിന് പേരും പെരുമയും ഉണ്ടാക്കിയ വലിയ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു മൈക്ക് ടൈസൺ. മൈക്ക് ടൈസനും ഇസ്ലാം മതം സ്വീകരിച്ചു. എന്തുകൊണ്ട്, എങ്ങനെ സ്വീകരിച്ചു? ആരും സ്വാധീനിച്ചിട്ടൊന്നുമല്ല.
ഇവർ പല കാലകാലങ്ങൾ ടൈസൺ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ജയിലിലായിരുന്ന സമയത്ത്, അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജയിലിലാവുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാ മതഗ്രന്ഥങ്ങളും അവിടെ ഉണ്ടാവും. ക്രിസ്ത്യൻ ബൈബിൾ ഉണ്ടാവും, ഖുർആൻ ഉണ്ടാവും, പിന്നെ വേറെ യഹൂദത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ടാവും, എല്ലാം അങ്ങനെ ഉണ്ടാവും. അതിൽ ഈ മൈക്ക് ടൈസൺ എടുത്ത് പഠിച്ചിട്ട് അയാൾ ഇസ്ലാം മതവിശ്വാസിയായി. ആരും അവിടെ പ്രചാരണത്തിന് പോയതൊന്നുമല്ല. മുസ്ലിം, അതായത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ 100-ൽ 1 അംശം പോലും ഇസ്ലാം പ്രചരിപ്പിക്കുന്നില്ല. ലോകത്ത് എല്ലാ രാജ്യങ്ങളും കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ദാരിദ്ര്യ രാജ്യങ്ങളിലെല്ലാം എന്തെല്ലാം ആഹാര സാധനങ്ങൾ കയറ്റിവിടുന്നു. പക്ഷെ അവിടെ മതം കയറ്റിവിടുന്നില്ല. മുസ്ലിങ്ങളും അറബികളും മതം കയറ്റിവിടുന്നത്, അങ്ങനെ കയറ്റിവിടാൻ പാടില്ല. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ കയറ്റിവിടാൻ പാടില്ല. ഒരാളിന്റെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ, ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യാനികളും അതിൽ വിശ്വസിക്കുന്നുണ്ട്.